എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയതിന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഗ്ലിറ്റ്സി മേരി. ഞാൻ എറണാകുളം പാലാരിവട്ടം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ഉടമ്പടി എടുത്തിരിക്കുന്നത് ഈ വർഷം ജനുവരി 22-ാം തീയതിയാണ്. അതിനു മുന്നേ 2020 ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. എൻ്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്ക് പ്രാർത്ഥന റിക്വസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിനെ ഞാൻ സംസാരിച്ചപ്പോൾ ചേച്ചി കാനഡയിലാണ്. ചേച്ചി IELTS എക്സാം എഴുതാൻ വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും മാതാവിനോട് കൂടെ ഉടമ്പടിയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം. ചേച്ചി പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല, നീ ഇപ്പോൾ പ്രാർത്ഥിക്ക്, ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പിലിടാം, നീ പ്രാർത്ഥിക്ക്, എന്നിട്ട് നീ ഒരുങ്ങി വേണം എടുക്കാൻ. അങ്ങനെ 2020 എനിക്ക് ആ പ്രതിസന്ധി പെട്ടെന്ന് കടന്നുപോയി. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി, കൃപാസന മാതാവ് ഇവിടെ എന്തോ അത്ഭുതമുണ്ട്, നമ്മൾ ആ ഒരു ഉടമ്പടി എന്നുള്ളത് എന്തോ ഒരു സത്യമായ ഒരു ചിട്ടയായ ജീവിതമാണ്, അത് ചെയ്യണം. അങ്ങനെ 2020 പെട്ടെന്ന് കൊറോണ വരുന്നു. ഞാൻ 2021 ആയപ്പോൾ ഞാൻ രണ്ടാമത്തെ കുട്ടീനെ ക്യാരി ചെയ്യുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ 10 വർഷത്തിൻ്റെ അടുത്ത് വേദോപദേശമൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമാണ്, ദൈവത്തിന് അറിയാം, പാപങ്ങൾ ചെയ്താൽ ദൈവത്തിന് അകലിന് എല്ലാം അറിയാം. അപ്പം ഞാൻ പക്ഷേ IT-യിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കാക്കനാട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് രാത്രി ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ പ്രയർ എല്ലാം മടിയാണ്, പെട്ടെന്ന് കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം കുറച്ച് ഡൗണായി ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് കൊറോണ കൂടി വന്നത്. അപ്പോൾ പള്ളിയിൽ പോക്കില്ല, ഓൺലൈൻ നമ്മൾ കുർബാനകളും ഉഴപ്പി, അങ്ങനെ എല്ലാം ഉഴപ്പിലുള്ള സമയത്താണ് രണ്ടാമത്തെ കുട്ടി ക്യാരി ആവുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യണമെങ്കിലും എനിക്ക് IT ജോബിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ 17 വർഷമായി വർക്ക് ചെയ്യുന്നു, എന്നാലും എനിക്ക് അന്ന് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ചേഞ്ച് ചെയ്യണം, ഇനി സമയമില്ല, വയസ്സായി കഴിഞ്ഞാൽ വേറെ ടെസ്റ്റൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ഈ കുട്ടീനെ ക്യാരി ചെയ്യുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ എക്സാം മാത്രം പഠിച്ചെഴുതും, എനിക്ക് 6 മാസം മെറ്റേണിറ്റി ലീവും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിച്ചെഴുതും, അത് കിട്ടുവാണെങ്കിൽ ഞാൻ IT ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിലാണ് ആദ്യം എടുക്കുന്നത്. എടുത്തു, പ്രാർത്ഥിച്ചു. കുട്ടി ക്യാരി ചെയ്യുന്ന സമയത്ത് തന്നെ അത് എടുത്തിരുന്നത്. എനിക്ക് പ്രസവ സമയത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നല്ല കുട്ടിയെ മാതാവ് തന്നു. അതൊന്നും ഞാൻ യുഗത്തിൽ വെച്ചിരുന്നില്ല, എൻ്റെ പ്രയോറിറ്റി ഇതായിരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് സെക്യൂർ ആക്കണം എൻ്റെ ലൈഫ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ റെസ്റ്റ് എടുക്കുന്നതിന് പകരം പഠിത്തം തന്നെ ആയിരുന്നു. ഓൺലൈൻ കോഴ്സ് എല്ലാം ചെയ്ത് പഠിച്ചു. എക്സാമിന് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ എക്സാമിന് കയറുമ്പോൾ അന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കൽ കുറവാണ്. അപ്പോൾ 2022 അപ്പോൾ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ എനിക്കറിയില്ല കൃപാസന നമ്മുടെ ലോക്കറ്റ് അകത്ത് കുത്തിവെക്കണ കാര്യമൊന്നും എനിക്ക് അത്ര അറിവില്ലായിരുന്നു. ഞാൻ ആകെ എനിക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആകെ മെഴുക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന മെഴുക് തിരി എൻ്റെ കയ്യിലുണ്ട്. ആ മെഴുക് ഞാൻ പേനയിൽ ഒട്ടിച്ച് വെച്ചിട്ടാണ് എക്സാമിന് കയറിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ എക്സാം ഞാൻ മര്യാദയ്ക്ക് എഴുതും, ഇതിൻ്റെ റിസൾട്ട് എന്താണോ അതാണ് എൻ്റെ ഡിസിഷൻ, മാതാവിൻ്റെ ഡിസിഷൻ, അത് ഞാൻ ചെയ്യും. അങ്ങനെ എക്സാം ഫസ്റ്റത്തെ ഓപ്ഷൻ മര്യാദയ്ക്ക് എല്ലാം എഴുതാൻ പറ്റിയോ, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അടുത്തത് വന്നത് ഡിസ്ക്രിപ്റ്റീവ് മാധ്യമ വിചാരണയെ പറ്റിയാണ്. അത് നന്നായിട്ട് എനിക്ക് അറിയാം, ഞാൻ നന്നായിട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ മെഴുക് വന്ന പോലെ എൻ്റെ കണ്ണടയാൻ തുടങ്ങി, എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ എന്തൊക്കെയോ എഴുതി കൂട്ടി, ഇടയ്ക്ക് കണ്ണ് തിരുമ്മിക്കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ലൈൻസ് എല്ലാം ക്രോസ് ചെയ്ത് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ഇത് കിട്ടില്ല, അങ്ങനെ എഴുതി ഒരിക്കലും അവർ ആൻസർ പേപ്പർ മാർക്ക് ചെയ്യില്ല, നോക്കില്ല. അപ്പം ഞാൻ റിസൾട്ട് പോലും നോക്കിയില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും ഡിസിഷൻ ഞാൻ IT തന്നെ തുടരുക. ഞാൻ ഓൾറെഡി 10 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ എന്തിനാണ് മാറണേന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ അന്ന് വരെ എനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ IT ക്വിറ്റ് ചെയ്യണം, ജോലി വേണ്ട, അമ്മേനോടും ഹസ്ബൻഡിനോടും എല്ലാവരും എനിക്ക് വേണ്ട മതി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ IT ക്വിറ്റ് ചെയ്യണമെന്ന് ചിന്ത എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ടെൻഷനുണ്ട്, എല്ലാം ഉണ്ട്, വന്നിട്ടില്ല. അങ്ങനെ 22 ഞാൻ ഉടമ്പടി എടുക്കുന്നു. ആദ്യത്തെ 90 ദിവസം നല്ല അടിപൊളിയായിട്ട് ഉടമ്പടി ചെയ്തു, എല്ലാ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്തു, എല്ലാം പോകുന്നു. പിന്നെ പതിയെ ഉഴപ്പാൻ തുടങ്ങി. ഞാൻ പുതുക്കണ സമയമെല്ലാം ഗ്യാപ്പിട്ട് പുതുക്കി 2024 വരെ ഒരു 4 പ്രാവശ്യം പുതുക്കിയെങ്കിലും നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ധ്യാനങ്ങൾ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ച ധ്യാനങ്ങൾ കേൾക്കും, ഇത് നമ്മുടെ ഡെയിലി ബ്രെഡ് ചെല്ലും, അതെല്ലാം ഉണ്ട്. പക്ഷേ
പേപ്പർ കൊടുക്കലോ ഇവിടെ വന്ന് പുതുക്കലോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പല പല ബുദ്ധിമുട്ടുകൾ തന്ന് എന്നെ ഓർപ്പിക്കും, നീ ചെയ്യണം. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചനൊരു സ്ട്രോക്ക് വന്നപ്പോഴത്തേക്കും അത് ഞങ്ങൾ അറിയിച്ചു തന്നു. ഹസ്ബൻഡിനൊരു വയ്യായ്ക, ബ്ലഡ് ക്ലോട്ട് ആവണം വന്നപ്പോൾ അതിൻ്റെ ഹൈ ലെവലിലോട്ട് പോകാതെ നമ്മൾ അറിയിച്ചു തന്നു. അപ്പോൾ അവിടെയൊക്കെ മാതാവ് ഇടപെട്ടെങ്കിലും എനിക്കത് സാക്ഷ്യമായിട്ട് പറയാത്തത് അവരിവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എക്സ്ട്രീം വരെ പോകാറില്ല. അപ്പോഴത്തേക്കും മാതാവ് ഓരോ പടയാളികൾ എൻ്റെ മുന്നിലേക്ക് അയക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയനും നാത്തൂനും, അനിയൻ്റെ വൈഫും അനിയത്തിയെന്ന് ഞാൻ പറയുള്ളൂ, അവർ രണ്ടുപേരും കാനഡയിലാണ്. അവർ ഉടമ്പടിയാണ് ഇവിടെ ഓൺലൈൻ എടുത്തിരുന്നു. പിന്നെ അച്ഛനോട് ധ്യാനത്തിന് വന്നപ്പോൾ അവിടെ വെച്ചും ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പുതുക്കുകയും ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അവർ സംസാരിക്കും, അവർ മാതാവിൻ്റെ കാര്യങ്ങൾ കുറേ പറഞ്ഞു തരും, വചനങ്ങൾ അയച്ചു തരും. അങ്ങനെ ഞാൻ ആ ഉടമ്പടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയിൽ അല്ലെങ്കിലും ഉടമ്പടി പ്രാർത്ഥനയിലും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് മെയ്യിൽ വന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോബിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു. പ്രൊജക്റ്റ് തീർന്നു. IT-യിൽ ഞങ്ങൾ സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിലേക്ക് പുതിയ കമ്പനി കയറുന്ന പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. 35 ദിവസത്തിനുള്ളിൽ അടുത്ത പ്രൊജക്റ്റ് ആയില്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു വിടും. കാരണം അങ്ങനെയാണ് IT കമ്പനി ലേ ഓഫ്സ്. നമുക്ക് പ്രൊജക്റ്റ് കിട്ടണം. അപ്പം ഞാൻ ആ പ്രൊജക്റ്റ് ആയി എന്ന് പറഞ്ഞാണ് പഴയതിൽ നിന്ന് റിലീസായത്. പക്ഷേ എനിക്ക് പ്രൊജക്റ്റ് വന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ തടസ്സം. അപ്പം നോക്കുമ്പോൾ ജനുവരിയിൽ ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടില്ല. കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ജൂൺ 20 വെളുപ്പിന് 3:30 അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വന്നു. ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. ഞാൻ ഉടമ്പടി പുതുക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ 14ഓളം ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കയറും, അടുത്ത റൗണ്ടിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പിന്നെ വിളിക്കില്ല. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ അപ്പം എനിക്ക് രണ്ടാമതും ഒരു പ്രൊജക്റ്റിലേക്ക് അലോക്കേറ്റ് ആവുന്നു. 2 ആഴ്ച വെയിറ്റ് ചെയ്തു, അവർ വിളിക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വെള്ളിയാഴ്ച ഞാൻ വിചാരിച്ചു ഇങ്ങനെ ശരിയാവില്ല, ഞാൻ ഡേറ്റ് ഇടാം. എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. എല്ലാവരും അത്ഭുതങ്ങൾ പറയണ പോലെ എനിക്ക് ഡേറ്റ് ഒന്നും മനസ്സിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഡേറ്റ് തന്നെ എടുത്തു. 7 എന്നുള്ള ദിവസം. അപ്പോൾ അത് മാസം ജൂൺ സേഫ് സോണാണ്, ജൂലൈ 7 അപ്പോൾ ജൂലൈ മാസം എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അതൊരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ എടുത്ത് ഞാനിവിടെ തിങ്കളാഴ്ച 13 ജൂലൈ 13 ഓഫീസിൽ വന്ന് ആദ്യം കാണുന്ന മെയിലെന്ന് പറഞ്ഞാൽ 7 ദിവസം കൂടെ ഉള്ളൂ ബെഞ്ച് എന്നാണ് പറയണേ. പ്രൊജക്റ്റ് ഇല്ലാണ്ടിരിക്കുന്നതിന് ബെഞ്ചിൽ 7 ദിവസം കൂടെ ഉള്ളൂ. പ്രൊജക്റ്റ് ആയില്ലെങ്കിൽ 7ാമത്തെ ദിവസം തൊട്ട് HR അടുത്ത ടെർമിനേഷൻ പ്രോസസ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ HR വിളിപ്പിച്ചു. 5 മാസത്തെ സാലറി തരാം, ഇന്ന് റിസൈൻ ചെയ്യുവാണെങ്കിൽ 5 മാസത്തെ സാലറി തരാമെന്ന് പറഞ്ഞു. എനിക്കത് ഓപ്ഷനല്ല, കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല, ഉറപ്പാണ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവർ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ IT-യിൽ കിട്ടാൻ നല്ല പാടാണ്. ഇപ്പോൾ AI വന്നതോടുകൂടി. പക്ഷേ AI-യുടെ മുകളിലുള്ള ഒരാളുണ്ടെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ ദൈവം ഉണ്ടാവും എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വരാം, എന്തെങ്കിലും വരാം. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഞങ്ങളുടെ അവിടെയുള്ളൊരു നിത്യാരാധന കേന്ദ്രത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ വിലാപങ്ങളിലാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെ മേലെ മതിൽ കെട്ടുന്നൊരു ദൈവത്തെ പറ്റി കണ്ടു. അപ്പോൾ എനിക്ക് പേടിയായി, വീണ്ടും തടസ്സങ്ങളാണല്ലോ ഈശോയെ. ഞാൻ വായിച്ചു, കണ്ടിന്യൂ ചെയ്ത് വായിച്ചപ്പോൾ വിലാപങ്ങൾ 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ രക്ഷ കിട്ടുന്നതാണ് അതിൻ്റെ ഉത്തമം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉറപ്പായി കിട്ടും. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം, 7 ദിവസം ഉണ്ടല്ലോ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആ ഓഫർ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ്, ഞാൻ റിസൈൻ ചെയ്യുന്നില്ല, 7 ദിവസം കൂടി ഉണ്ടല്ലോ, ഞാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് 3 ആഴ്ച മുന്നേ അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവർ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ക്ലയൻറ്റ് റൗണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി 9 മണിക്കാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ തന്നെ ഇരുന്നു. ഓഫീസിലൊരു കുഞ്ഞു മുറിയിലാണ് എനിക്ക് കിട്ടിയത്. പ്രൊജക്റ്റ് ഇല്ലാത്തവർ നമുക്കങ്ങനെ മുറി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഫോൺ ബൂത്തുള്ള ഒരു കുഞ്ഞു മുറിയിലാണ് രാത്രി ഇരിക്കുന്നത്. ആ ഫ്ലോറിൽ ആരും ഇല്ല ആ സമയത്ത്. അപ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുക. പക്ഷേ ആ സമയത്ത് പുറത്ത് ആരൊക്കെ നടക്കുന്നുണ്ട്, സെക്യൂരിറ്റി ചേച്ചിമാരാണ്. അപ്പം എനിക്ക് അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പോകും. അപ്പോൾ അവർ കൂടെ ഉണ്ടല്ലോ, ചേച്ചിമാരുണ്ടല്ലോ അവിടെ. സാധാരണ ആ സമയത്തൊക്കെ ആണുങ്ങളാണ് സെക്യൂരിറ്റി നിൽക്കാറുള്ളത്. അന്ന് അവിടെ മൊത്തം ചേച്ചിമാരായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ധൈര്യമായി. ഇൻ്റർവ്യൂ നല്ല പാടായിരുന്നു. 1 മണിക്കൂർ 40 മിനിറ്റോളം ഉണ്ട്. 10:40 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ പക്ഷേ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നതെല്ലാം, ഞാൻ പറയുന്നതിനെല്ലാം കോൺട്രഡിക്ഷൻ അവർ പറയുന്നത്. കറക്റ്റാണെങ്കിൽ പോലും അവർ സ്ട്രെസ് ഇൻ്റർവ്യൂ തരാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ. പക്ഷേ ഞാൻ തർക്കിക്കുക, അല്ല ഇതിങ്ങനെയാണ്, എനിക്കറിയാവുന്നത് ഇങ്ങനെയാണ്, ബാക്കിയുള്ളത് എനിക്കറിയില്ല. അപ്പം വളരെ മാന്യമായിട്ട് തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യാനും പറ്റി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ കാണുമ്പോൾ ഈ ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നത്, എന്ത് പറ്റി, ടെൻഷനാണല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്ര നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അവരുടെ എല്ലാം
ഈ യൂണിഫോം കളറ് നമ്മുടെ ഈ മാതാവിൻ്റെ ഇതേ കളറ് തന്നെ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് മാതാവ് അയച്ച പടയാളികളാണ്, രാത്രിയിൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി മാതാവ് അയച്ച പടയാളികളാണ് അവരെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി 10:45 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ ഓൾറെഡി ശനിയാഴ്ച അച്ഛനെ കാണാൻ വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസ്സിന്. വെളുപ്പിന് 3:30 അവിടെ നിന്ന് പോരാൻ, എറണാകുളത്ത് നിന്ന് വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നാളെ ഞാൻ സാക്ഷ്യം പറയും, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കാണും. അങ്ങനെ വിചാരിച്ച് എനിക്ക് റിസൾട്ട് അറിഞ്ഞില്ല, അന്ന് റിസൾട്ട് അറിഞ്ഞില്ല. ഞാൻ ശനിയാഴ്ച വെളുപ്പിന് മോനായിട്ട് ഉറങ്ങിയിട്ടില്ല അന്ന് ചെന്നിട്ട് മോനായിട്ട് 3:30 ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ നിൽക്കുമ്പോൾ അടുത്ത പ്രതിസന്ധി എനിക്ക് പേടിയാണ്. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അച്ഛൻ വഴക്ക് പറയുമോ, കാരണം എൻ്റെ പാപങ്ങൾ എൻ്റെ അയോഗ്യതയാണ്. എനിക്ക് ഭയങ്കര പേടിയായി. ദൈവമേ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവിടെ തലയിറങ്ങി വീഴും, എന്നെ വീഴ്ത്താതെ പിടിച്ച് നിർത്തണേ. അച്ഛനൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ മുമ്പിൽ കള്ളത്തരം കൊണ്ടുവന്നാൽ ഞാൻ പിടിച്ച് കുടയും എന്നുള്ളത്. അപ്പോൾ എനിക്ക് പേടിയായി. അച്ഛൻ പണ്ട് പറയാറുള്ള പോലെ കുറേ കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞില്ല, അതിൽപ്പെട്ട ഒരാളായിരുന്നു പണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ അച്ഛൻ പറയുമോ, പണ്ടത്തെ കാര്യമൊക്കെ പറയുമോ? അപ്പോൾ ആ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യത്തെ പടയാളികൾ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും. എൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടായി, ചേച്ചി അച്ഛനെ കാണാൻ പോകണമെങ്കിൽ അതിന് മുമ്പ് ചേച്ചി കുമ്പസാരിച്ച് ഒരുങ്ങി വേണം കൃപാസനത്തിൽ പോകാൻ. ഞാൻ പറയട്ടെ, ഞാൻ കുമ്പസാരിച്ച് ഒരാഴ്ച ആയിട്ടുള്ളൂ, എന്നാലും ചേച്ചി കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ട് തലയാഴ്ച ചൊവ്വാഴ്ച ഓൾറെഡി ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായി. അപ്പോൾ അതാണ് എൻ്റെ ധൈര്യം, ഞാൻ പാപങ്ങളിൽ നിന്ന് മോചിതയാണ്. ഇനി ബാക്കി എന്തെങ്കിലും ആക്ടിവിറ്റീസ് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കരയാൻ പറ്റുന്നില്ലായിരുന്നില്ല അന്ന്. ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ അടുത്തത് എൻ്റെ മുമ്പിൽ നിന്ന ഒരു കൊച്ചിന് അച്ഛൻ നന്നായിട്ട് വഴക്ക് പറയുക. എന്താണെന്ന് എനിക്ക് കേൾക്കുന്നില്ല, ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്നുമില്ല. ഞാൻ ദൈവം എന്നെയും പിടിക്കും. അപ്പോൾ അന്ന് പരീക്ഷാ കുട്ടികളും വിസക്ക് പോകുന്ന കുട്ടികളോടൊപ്പമാണ് ഞാൻ കയറുന്നത്. അപ്പം അവരെ വഴക്ക് പറയുക. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി, അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു ആ കൊച്ച് പൂർണ്ണമായ ഉടമ്പടിയിലല്ലാത്തതിനാണ് വഴക്ക് പറഞ്ഞതെന്നുള്ളത്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് നിൽക്കുക, അച്ഛൻ്റെ അടുത്ത് ഞാൻ നോക്കുന്നില്ല, എനിക്ക് പേടിയാണ്. അച്ഛൻ്റെ കണ്ണിലോട്ട് നോക്കാൻ എനിക്ക് പേടിയാണ്. അച്ഛൻ എന്തെങ്കിലും എന്നെ പറയും, എനിക്ക് ഒന്നാമത് ടെൻഷനാണ്. അപ്പോൾ പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വേഗം തോളത്ത് ആദ്യം തട്ടി, 2 തട്ട് തോളത്ത് തട്ടി, പിന്നെ കവിളത്ത് ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിച്ചല്ല ഇങ്ങനെ പിടിക്കുകയും ചെയ്തത്. എനിക്ക് പെട്ടെന്ന് തണുത്ത വെള്ളം എൻ്റെ മേത്ത് ആരും ഒഴിക്കണ പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടം, നമ്മൾ പിള്ളേരെ കൊഞ്ചിക്കുന്നതാണല്ലോ അങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ടെൻഷൻ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് സാരമില്ല പോട്ടെ എല്ലാം ശരിയാവും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കണേ എന്താ കാര്യമെന്ന്. പക്ഷെ അതിന് മുന്നേ അച്ഛൻ അത് അച്ഛൻ പറഞ്ഞത് പോലും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാം ശരിയാവും. അച്ഛൻ പ്രാർത്ഥിച്ച് എല്ലാം ശരിയാകും പോട്ടെ നമ്മൾ തോളത്ത് തട്ടി. ഞാൻ ഇവിടുന്ന് വളരെ സന്തോഷിച്ച് പോയി. എനിക്ക് ഉറപ്പായിരുന്നു കിട്ടുമെന്നുള്ള. എനിക്ക് പിറ്റേ ദിവസം ഞാൻ ശനിയാഴ്ച കഴിഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിട്ടേ ഇല്ല. തിങ്കളാഴ്ച രാവിലെ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ വെർബലായിട്ട് എനിക്ക് കൺഫർമേഷൻ കിട്ടി, ക്ലയൻറ്റ് ഇൻ്റർവ്യൂ പാസ്സാണ്. അത് വളരെ കാരണം അത്രയും സ്ട്രെസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് പാസ്സാവും എന്നുള്ള. പക്ഷേ അപ്പം അന്ന് ഡേറ്റ് 20ആണ്. അപ്പം അത് എനിക്ക് 7ാമത്തെ ദിവസം റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ ഫൈനൽ ഡേറ്റാണ്. അന്നാണ് എനിക്ക് കൺഫർമേഷൻ കിട്ടിയേക്കണേ. അപ്പോൾ ഞാൻ HR മെയിലായി ഫോർവേഡ് ചെയ്തു. എനിക്ക് പ്രൊജക്റ്റായി, അലൊക്കേഷൻ ഡേറ്റ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ എനിക്ക് അലൊക്കേഷൻ ഡേറ്റ് ഇന്നലെയാണ് വന്നത്, 27ാം തീയതിയാണ്. എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് 7ആണ്. ഇതിനെല്ലാം ഒരു 7 ഉണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചൊരു ഡേറ്റ് നമ്പറാണ് 7. അപ്പോൾ എനിക്കറിയില്ല അത് ഏത് ഡേറ്റിൽ പെടും എന്നുള്ളത്. പക്ഷേ മാതാവ് ഇതെല്ലാം കാണിച്ചു തന്ന 7 എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിങ്കളാഴ്ച തൊട്ട് ആ പ്രൊജക്റ്റിൽ അലോക്കേറ്റഡായി. ഇനിയൊരു 1.5 വർഷത്തേക്ക് അതിൽ അലോക്കേഷനുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇനിയും ബുദ്ധിമുട്ടുകൾ വരും. IT ജോബാണ്, അതിലൊക്കെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പേപ്പറുകൾ ഒരിക്കലും പള്ളികളിൽ കൊടുക്കാറില്ല. എൻ്റെ അമ്മയും എല്ലാവരും പറയും ഇപ്പോൾ പള്ളിയിൽ കൊടുക്കുക, അവർ കളയില്ല, അവർ വായിച്ചോളും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം കൊടുക്കാതിരുന്ന നാണക്കേട് കൊണ്ടാണ്, പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കൊടുത്തിട്ട് അവർക്ക് എന്തായാലും കിട്ടും. ഞാൻ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട സ്റ്റോപ്പ്, അവിടെ 2 സ്റ്റോപ്പുണ്ട്. അവിടെ കുറേ നേരം നിൽക്കും. ഞാനും ഒറ്റയ്ക്കല്ല പോണേ, ഞാനും എൻ്റെ പിള്ളേരും 4 വയസ്സുള്ള കൊച്ചും, അങ്ങനെ 3 പേരും കൂടെ പോകുന്നത്. സ്കൂട്ടറിന് പോയിട്ട് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 1ഓ 2ഓ വെച്ച് കൊടുക്കും. അങ്ങനെ കൊടുത്ത് തീർത്ത് അവരോട് പറയും വായിക്കുമോ എന്ന് ചോദിച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ വായിക്കുമോ എന്ന് ചോദിച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥനയുള്ള ഒരു ഫോട്ടോ എന്തെങ്കിലുമുണ്ട്, അതും കൊടുക്കും. അത് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ വേണ്ടെന്ന് വല്ലതും പറയുകയാണെങ്കിൽ എന്നാൽ തിരിച്ച് തന്നേക്ക്. അപ്പോൾ അവർ ഞാൻ വായിച്ച് നോക്കട്ടെ, ഞാൻ വായിച്ചിട്ട് വേണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ കളയാന്നില്ല എന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ രോഗികളെ സഹായിക്കാനായിട്ട് നേരിട്ടല്ലെങ്കിലും
പല വഴിക്ക് വേറെ ആൾക്കാരെ വഴി ഞാൻ കൊടുത്ത് പൈസ എൻ്റെ ഒരു ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം അറിയാത്തവരോടും മാതാവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി, അന്ന് അച്ഛനെ കാണാൻ വന്നപ്പോൾ ഒരുപാട് കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവരോടൊക്കെ എൻ്റെയും എൻ്റെ അനിയൻ്റെയൊക്കെ ഒരു ഇടിവെട്ട് സാക്ഷിയൊക്കെ വരാനുണ്ട്. അവർ വരുമ്പോഴാണ് പറയാൻ പറ്റുള്ളൂ. അവർ PR കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ ഞാൻ ഫോട്ടോ, അവർക്ക് മാതാവിൻ്റെ കുറേ അത്ഭുതങ്ങൾ തിരിയിൽ വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരോട് പറയും പേടിക്കണ്ട. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ മാതാവിനെ പറ്റിയും ഈശോനെ പറ്റിയും കൃപാസനത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. പിന്നെ തൈലം, ഞാൻ എപ്പോഴും തൈലം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പച്ചനും ഹസ്ബൻഡിൻ്റെ ഫാദറാണ്. അപ്പച്ചനും ഹസ്ബൻഡിനൊക്കെ ഓരോ രോഗാവസ്ഥ വന്നപ്പോൾ ഈ തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കുറേ അനുഭവങ്ങൾ ഉണ്ടായത്. പിന്നെ ഉപ്പ്, എൻ്റെ മക്കൾക്കും എല്ലാം പരീക്ഷയ്ക്ക് വരുമ്പോൾ എല്ലാം അവനൊരു അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അതും ഞാൻ വെച്ചിട്ടുള്ളതാണ്, അത് പൂർണ്ണമായിട്ടില്ല. അതിൻ്റെയും കുറേ റിക്കവറായി വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴിയും കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര്, ഞാൻ സാക്ഷ്യങ്ങൾ ഫോണിൽ ഷെയർ ചെയ്യും. ഇപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഈ ജനുവരി തൊട്ടാണ് ഞാൻ മിനിമം ഒരു 5-6 സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കേട്ട് തുടങ്ങിയത്. അതൊക്കെ ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്യും. കുറേ ഹിന്ദുക്കൾ എന്നോട് ചോദിക്കും, ഗ്ലിറ്റ്സി കൃപാസനത്തിൽ പോകണ്ടല്ലേ? ഞാൻ പറഞ്ഞാൽ പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, അങ്ങനെ പറയും, അവരോടും പറയും. അപ്പോൾ സാക്ഷ്യങ്ങൾ എൻ്റെ സ്റ്റാറ്റസിൽ നിന്നും തള്ളിക്കളയാതെ വായിക്കുന്നവരുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയും മാതാവിനോടും ഈശോയോടും ചേർന്നുകൊണ്ട് ഇനി ഒരിക്കലും ഉടമ്പടി ജീവിതം ഉഴപ്പാതെ എനിക്ക് ഇനിയും കുറേ മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എൻ്റെ പാപാവസ്ഥകളെ കുറേ കളയാനുണ്ട്. അതെല്ലാം കളഞ്ഞ് ഈശോയിലും മാതാവിലും ഉറച്ചു നിന്ന് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഗ്ലിറ്റ്സി എന്ന സഹോദരിയുടെ ഒരു IT എംപ്ലോയറുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് സഹോദരി വിവരിച്ചുകൊണ്ടിരുന്നത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ, ഉടമ്പടി കണ്ടൻറ്റിൽ ഈ മകൾക്ക് 7 എന്ന പരിശുദ്ധ അമ്മയുടെ ആ നമ്പറിൻ്റെ അടയാളങ്ങളോടുകൂടിയുള്ള അക്കത്തിൽ ലഭിച്ച വലിയൊരു സാക്ഷ്യമാണിത്. ഭാവിയെ ഈശോ യഥാസ്ഥാനപ്പെടുത്തി എന്ന് ഉറപ്പും, അതുപോലെ തന്നെ ഇനിയും ഈശോയെ എനിക്ക് അനുഭവിക്കണം, ഇനിയും ഈശോയെ എനിക്ക് കൊടുത്തു തീർന്നിട്ടില്ല, ഈശോയെ അനുഭവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെയാണ് ഈ സഹോദരിയുടെ ഈ സാക്ഷ്യത്തിൻ്റെ രത്നച്ചുരുക്കമായി നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് ഒരുപാട് ലൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ റിസർച്ച് ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്, അതായത് ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ കൈമാറുവാനുമായി ഒരുപാട് മക്കൾ ഇവിടെ കടന്നു വരുന്നത്. അവർക്ക് ഈശോ ആരാണെന്ന് ഇനി ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രബോധനങ്ങളിലൂടെയും എല്ലാ ചൊവ്വാഴ്ചയിലൂടെയുള്ള ധ്യാനങ്ങളിലൂടെയും ഡെയിലി ബ്രെഡ് പ്രോഗ്രാമിലൂടെയും നമ്മൾ ഒരുപാട് ഈശോയെ അനുഭവിക്കുവാൻ, ഈശോയോട് കൂടെ ചേർന്നിരിക്കുവാൻ, അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാനെല്ലാം നാം ഒരുങ്ങിക്കഴിഞ്ഞ ഒരു യുഗത്തിൻ്റെ ആരംഭത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് നമ്മുടെ എല്ലാം ഭാവി തകർന്നു പോകുന്നുവെന്ന് സങ്കടപ്പെടുന്ന ഒരു യുഗത്തിൻ്റെ സമയത്താണ് നാം ജീവിക്കുന്നത്. എത്ര തന്നെ സയൻസ് ഫാക്റ്റാണ്, റിലിജൻ ഫെയ്ത്താണ് എന്നൊക്കെ വാദിക്കുന്നവർക്കുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് ഇവിടെ ഗ്ലിറ്റ്സി നമ്മോട് പങ്കുവെച്ചത്. നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാവുന്ന ഒരു ക്രിസ്തു നമ്മിലുണ്ട്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതിൻ്റെ അടയാളമാണ് ഇന്ന് എൻ്റെ ഉടമ്പടി ജീവിതം. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ വളരെ ക്രമപ്പെട്ട് വന്നത് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ്. എന്നെല്ലാം നമുക്ക് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇന്ന് ഗ്ലിറ്റ്സി ജീവിച്ചതുപോലെ വളരെ ശുദ്ധിയോടുകൂടി, പരിശുദ്ധിയോടുകൂടി തിരുസന്നിധിയിൽ ഈശോയെ സ്വീകരിക്കുവാനും ഈശോയുടെ സന്നിധിയിൽ നിൽക്കുവാനും സാധിക്കുന്നതുകൊണ്ടാണ്. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും സങ്കടങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഗ്ലിറ്റ്സിയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.